ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ബ്രെഡ് കോണിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ പുതുമയിൽ എന്തെങ്കിലും ഉണ്ടാക്കണം തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയുള്ളൊരു കിടിലൻ ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ബ്രെഡ് കോൺസിലേക്കുള്ള സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിലേക്ക് ഞാൻ 200 ഗ്രാം അളവിൽ ബോൺലെസ് ചിക്കൻ, കുറച്ച് മഞ്ഞളും ഉപ്പും കുരുമുളക് പൊടി മാത്രം ഇട്ടിട്ട് നല്ലപോലെ ബട്ടറിലാണ് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത്, അൺസാൾട്ടഡ് ബട്ടറിൽ. അപ്പോൾ ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കട്ടെ, എങ്കിലേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ ചിക്കൻ ഫ്രൈ ആയതിന് ശേഷം ഞാനൊരു സൈഡിലേട്ടേക്ക് ചിക്കൻ മാറ്റി വെച്ചതിന് ശേഷം ഏകദേശം 1.5 ടീസ്പൂണോളം ബട്ടർ വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ചെറിയ പീസ് അളവിലായിട്ട് അതിലേക്ക് 3-4 അല്ലി വെളുത്തുള്ളി നല്ല പൊടിപൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അറിയാമല്ലോ, ബട്ടറിൽ വെളുത്തുള്ളി വഴറ്റിയെടുക്കുമ്പോൾ ഒരു സ്പെഷ്യൽ മണം വരുമല്ലോ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത്, അതുവരെ തന്നെ വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് വഴറ്റിയെടുത്തതിന് ശേഷം മൊത്തത്തിൽ ചിക്കനിലും കൂടി അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മിക്സാക്കിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/4 കപ്പ് സവാള ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കുന്നുണ്ട്. പിന്നെ 1/4 കപ്പ് ക്യാപ്സിക്കവും 1/4 കപ്പ് ക്യാരറ്റും അതുപോലെ തന്നെ 1/4 കപ്പ് തക്കാളിയും നല്ല പൊടിയായിട്ട് എല്ലാം ഒരേ അളവ് തന്നെ കട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങനെ വഴറ്റി ഉടക്കൊന്നും വേണ്ട, ചെറുതായിട്ടൊന്നങ്ങ് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കിട്ടെ, അത്ര മാത്രം കേട്ടോ. ആ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒന്നങ്ങ് വഴറ്റിയെടുത്താൽ മതി, പെട്ടെന്ന് റെഡി ആയി കിട്ടും. ചെറുതായിട്ടൊന്നങ്ങ് വാടി വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ഒറിഗാനോ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവ് നിങ്ങൾക്ക് മാറ്റം വരുത്തുക, കാരണം നമ്മൾ എരിവിനായിട്ട് വേറെ ഒന്നും അധികമായിട്ട് ചേർത്തിട്ടില്ലല്ലോ, അതുകൊണ്ട് തന്നെ 1-1.5 ടീസ്പൂൺ വരെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഏകദേശം നമ്മുടെ ഫില്ലിങ്ങിൻ്റെ പരിപാടി കഴിയാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതുപോലെ മിക്സാക്കിയതിന് ശേഷം നമ്മുടെ മസാലയൊക്കെ ഒരു സൈഡിലേക്കൊന്ന് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സൈഡിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ചേർക്കുന്നുണ്ട്. അൺസോൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒന്നങ്ങ് മെൽട്ടായി വരുന്ന സമയത്ത് 1.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. രണ്ടും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു ബട്ടറിലേക്ക് എടുത്തിട്ട് നമ്മുടെ മൈദ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ. നമുക്ക് ചെറിയ രീതിക്ക് ഒരു ക്രീമി ആയിട്ട് ഫില്ലിങ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് സോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് ബട്ടറിലൊന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറി വരും കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സാക്കിയതിന് ശേഷം നമ്മുടെ ഫില്ലിങ്ങിൽ മൊത്തത്തിലായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുക കേട്ടോ. മൈദയൊന്ന് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യാൻ പാടുള്ളൂ. മൊത്തത്തിലായിട്ട് മിക്സാക്കിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ പാല് ചേർക്കുന്നുണ്ട്. പശുവിൻ പാൽ തന്നെയാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, കാരണം ഓൾറെഡി നമ്മുടെ ചിക്കനിലൊക്കെ അത്യാവശ്യം ഉപ്പുണ്ട്, പക്ഷേ ആ ഒരു ക്രീമി ഫില്ലിങ്ങിനും കൂടി ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉപ്പ് ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി ചേർത്തിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടാണ് ഈ ഒരു ടൈമിലൊക്കെ വേണ്ടത്. നന്നായിട്ട് മിക്സാക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും അത്യാവശ്യം നമ്മുടെ ഫില്ലിങ് നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നില്ലേ. അപ്പോൾ ചെറിയൊരു ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വൈറ്റ് സോസാണ് കേട്ടോ നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഇത്രയേ ഉള്ളൂ, ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടി, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് നമുക്ക് ഈ ഒരു ബ്രെഡ് കോൺസ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഡിപ്പ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ക്രിസ്പിനെസ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ബ്രെഡ് കോൺസ്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് തന്നെ ഞാനൊരു ബൗളിൽ കുറച്ചധികം തന്നെ ബ്രെഡ് ക്രംസും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തത് ഞാൻ ഈ ഒരു ബൗളിലേക്ക് കുറച്ച് പച്ചവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ബ്രെഡിൻ്റെ സൈഡൊന്ന് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തായാലും നല്ല ബ്രെഡൊക്കെ ആണെങ്കിൽ ഇതിനെ കൊണ്ട് എന്തായാലും ഒട്ടിക്കിട്ടും. അഥവാ ആർക്കെങ്കിലും ഒട്ടിക്കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ മൈദ ഗമ്മില്ലേ, മൈദയിൽ കുറച്ച് പച്ചവെള്ളം മിക്സ് ആക്കിയിട്ടുള്ള ആ ഒരു ഗമ്മ് കൊണ്ട് ഒട്ടിച്ചാലും മതി കേട്ടോ, ഏതാണോ ഇഷ്ടമുള്ളത് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ എങ്ങനെ ബ്രെഡ് കോൺസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ കുറച്ചധികം തന്നെ ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ബ്രെഡ് കോൺസ് റെഡിയാക്കാൻ പോകുന്നത്. അപ്പോൾ മാക്സിമം സൈഡൊക്കെ ഒരേ സൈസിലുള്ളത് കിട്ടുവാണെങ്കിൽ കേട്ടോ ഒന്നുകൂടി ബെസ്റ്റ്. അപ്പോൾ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് കുറേ അങ്ങനെ വേസ്റ്റ് ആയി പോകില്ലല്ലോ. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലെ ഒരു ബ്രെഡ് സ്ലൈസസ് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു ബ്രൗൺ പാർട്ട് കട്ട് ചെയ്തെടുക്കട്ടെ, എങ്കിൽ കറക്റ്റ് പെട്ടെന്ന് കുറേ വേസ്റ്റ് ആവാതെ അങ്ങ് കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ പരത്തിയതിന് ശേഷം ഞാൻ ഇതാ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കോണായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം.
അപ്പോൾ ഇതുപോലെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ പരത്തിയെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ കോൺ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഒന്ന് ഷേപ്പ് ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് ആ ഒരു അറ്റത്ത് നന്നായിട്ട് വെള്ളം കൊണ്ടൊന്നങ്ങ് തൊട്ട് കൊടുക്കുക കേട്ടോ നല്ലപോലെ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളത്തോട് ഒട്ടുന്നില്ല എന്നുള്ള ഭയങ്കര ചാൻസ് കുറവാണെങ്കിൽ മാത്രം നിങ്ങൾ മൈദ ഗമ്മിനെ കൊണ്ട് ഒട്ടിച്ചാലും മതി കേട്ടോ. പക്ഷേ ഒട്ടേണ്ട വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ, കറക്റ്റായിട്ട് തന്നെ ഒട്ടിക്കോളും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ നല്ലപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങ് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് കഴിഞ്ഞില്ല, നല്ല അടിപൊളി കോണായിട്ടും കിട്ടിയിട്ടുണ്ട്. ഗ്യാപ്പൊന്നും ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കോണായതിന് ശേഷം ഇനി നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് നിറച്ച് കൊടുക്കണം, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിറക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങനെ കുത്തി നിറക്കണ്ട കേട്ടോ, കാരണം ബ്രെഡാണല്ലോ പെട്ടെന്ന് മുറിഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ അങ്ങ് നിറച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ഒരു അറ്റം ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു അറ്റത്തും കൂടി ഇത് നന്നായിട്ടൊന്ന് വെള്ളം കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കട്ടെ, അവിടെ നന്നായിട്ട് ഒട്ടിക്കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഒരെണ്ണം ബ്രെഡ് കോൺ റെഡി ആയിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്, അങ്ങനെ ഫില്ലിംഗ് ഒന്നും പുറമേ പോകുന്ന പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, നമ്മൾ നോർമൽ കട്ട്ലേറ്റൊക്കെ ചെയ്തെടുക്കുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സില്ലേ അതിലേക്ക് നന്നായിട്ടൊന്നങ്ങ് ഡിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ബ്രെഡ് ക്രംസിലും നല്ലപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇത്രയേ പരിപാടിയുള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ ബ്രെഡ് കോൺസ് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ബാക്കിയുള്ളത് മൊത്തത്തിൽ ഇതാ ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭയങ്കര സിമ്പിളല്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ കാര്യമായിട്ട് പരിപാടിയൊന്നുമില്ല, ഞാനിതാ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചൂടാക്കി എടുക്കുന്ന എണ്ണയിലേക്ക് നമ്മൾ 1-2 ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഒരുപാട് അങ്ങനെ ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, പെട്ടെന്നൊന്ന് ക്രിസ്പി ആക്കി എടുക്കേണ്ട പരിപാടിയുള്ളൂ. അപ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ, കാരണം ബ്രെഡ് ആയതുകൊണ്ട് ഫ്ലെയിം ഒരുപാട് അങ്ങ് കുറച്ച് വെക്കണ്ട, എണ്ണ വലിച്ചെടുക്കും. അപ്പോൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് പെട്ടെന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് കണ്ടില്ലേ ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. നല്ല ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട്, നല്ല ക്രിസ്പിയാണ് കേട്ടോ പുറമെ. ചൂടോടെ ആ ഒരു ക്രീമി ഫില്ലിംഗ് ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റുമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ മൊത്തത്തിൽ സെർവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇഫ്താർ പാർട്ടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ സെർവ് ചെയ്ത് വെച്ചാൽ തന്നെ ഒരു ഭയങ്കര ഒരു ഭംഗിയാണ് കേട്ടോ. കഴിക്കുമ്പോഴാണെങ്കിൽ നല്ല പുതുമയുള്ളൊരു ഫില്ലിങ്ങും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയേ വേണ്ടല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. ഇന്ന് നോമ്പ് തുറക്കുന്ന സമയത്ത് എന്നെ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.